ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആൻസി വ്ളോഗ്. ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞ് ഒരു സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ. ഞങ്ങൾ ചെറായിലുള്ള ലേക്ക് ഫ്രണ്ട് വ്യൂ റിസോർട്ടിലേക്കാണ് യാത്ര. ഇപ്പം ഞങ്ങൾ എന്ന് പറയുന്നത് ആരൊക്കെയാണെന്നല്ലേ, ഞങ്ങൾ 4 ക്ലാസ്മേറ്റ്സ് ആണ് കേട്ടോ. ഞങ്ങൾ 3 പെൺകുട്ടികളും ഒരു ആൺകുട്ടി. ആ ആൺകുട്ടിയാണ് എൻ്റെ ഹസ്ബൻഡ്. അങ്ങനെ ഇവർ 2 പേരുടെ ഹസ്ബൻഡും ഉണ്ട്. അപ്പം ഞങ്ങൾ ഫുൾ ഫാമിലി ആയിട്ട് ഞങ്ങൾ ഇയർലി കണ്ടക്ട് ചെയ്യുന്നൊരു എന്താ പറയുക ഗെറ്റ് ടുഗദർ ആണ് കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് ലീവിന് വന്നപ്പോൾ അങ്ങനെ ഞങ്ങൾ ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്തു. അപ്പൊ ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഇതിന്റെ എല്ലാ വ്യൂസും കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. കാരണം കഴിഞ്ഞ് ഞാൻ എൻ്റെ ഫ്രണ്ടിന്റെ ഹൗസ് വാമിംഗ് വീഡിയോയിൽ ഇട്ടപ്പോൾ ഹോം ടൂർ ചെയ്തില്ല എന്നുള്ളൊരു സജഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്രാവശ്യത്തെ റിസോർട്ട് ഫുള്ള് ഞങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ സ്റ്റേ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കോട്ടേജ് ടൈപ്പിലായിരുന്നു. ഇത് ഇങ്ങനത്തെ അല്ല, സെപ്പറേറ്റ് ആയിട്ട് കോട്ടേജ് ടൈപ്പിൽ. അതിൽ നമുക്ക് 3 ബെഡ്റൂംസ് സെപ്പറേറ്റ് ആയിട്ട്. അപ്പൊ ഞങ്ങൾ 3 ഫാമിലീസ് അല്ലേ. അങ്ങനെ ബെഡ്റൂംസ് എല്ലാം അടിപൊളി, നല്ല സ്പേഷ്യസ് ആണ്, നീറ്റ് ആൻഡ് ക്ലീൻ. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റിസോർട്ട് എനിക്ക് തോന്നിയിട്ടുള്ള 2 പ്രത്യേകത. ഒന്ന്, ഇതിൻ്റെ മെയിൻ പ്രത്യേകത ലേഡീസ് മാത്രമായിട്ട് നടത്തുന്ന ഒരു റിസോർട്ടാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഫാമിലീസാണ് അവരധികം പ്രിഫർ ചെയ്യുക, ബാച്ചിലേഴ്സിനൊന്നും അങ്ങനെ കൊടുക്കാറില്ല. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ചേച്ചിമാരാണ് ഇത് ചെയ്യുന്നത്. ചേച്ചിമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അത്രയും സിമ്പിളായിട്ടാണ്, അല്ല വളരെ പ്രൊഫഷണൽ അങ്ങനെയൊന്നുമില്ല. നമുക്ക് നമ്മളെ വീട്ടിലെ മറ്റേ അമ്മയോ ചേച്ചിയോടൊക്കെ എന്തെങ്കിലും ഒരു കാര്യം പറയണ പോലെ തന്നെ അവരോട് നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, അവരപ്പം തന്നെ ചെയ്തു തരും. പിന്നെ അവരുടെ ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ അവരുടെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു പെരുമാറ്റമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. കാരണം അത്രയും എന്താ പറയുക സൗമ്യതയോടുകൂടിയും നല്ല എന്താ പറയുക സ്നേഹത്തോടു കൂടിയാണ് നമ്മളെ എല്ലാ കാര്യത്തിലും അവർ ഗ്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനും, നമ്മളിപ്പോൾ ലേക്ക് ഫ്രണ്ട് വ്യൂ ആണല്ലോ, അപ്പോൾ ലേക്കിൻ്റെ അടുത്ത് ആയിട്ടാണ് ഒരു എന്താണ് കുട്ടികൾക്ക് കളിക്കാനും പിന്നെ മണലും ഒക്കെ ആയിട്ടുള്ള നല്ല ഒരു എന്താ പറയുക പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഞങ്ങൾക്ക് ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടോ. കാരണം ഞങ്ങൾ 1 നൈറ്റാണ്, അതായത് മോർണിംഗ് ചെക്ക് ഇൻ ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ ആഫ്റ്റർനൂൺ ആണ് ചെക്ക് ഔട്ട്. അപ്പം ഞങ്ങൾ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാത്രയൊന്നും വേണ്ട, കാരണം കൊച്ചു കുട്ടികളൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ നമുക്ക് റിലാക്സ് ചെയ്ത് ഞങ്ങൾ ഒരുപാട്, ഇപ്പം എനിക്ക് തോന്നുന്നു ഞങ്ങളൊരു 3 വർഷത്തിന് ശേഷമാണ് ഞങ്ങളിപ്പം മീറ്റ് ചെയ്യുന്നത്. ഇയർലി വെക്കാൻ പ്ലാൻ ഉണ്ടാവും, പക്ഷെ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ മാറി പോവാറാണ്. നമ്മളൊക്കെ വേറെ മൂഡിലായിരുന്നില്ലേ. ഞങ്ങൾ അങ്ങനെ യാത്ര സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഞങ്ങൾ 2 ഫാമിലി ഒരു സ്ഥലത്ത് നിന്ന് തന്നെയാണ്. അപ്പം ഞങ്ങൾ കാറിലാണ്, കുട്ടികളുള്ളത് കാരണം തന്നെ കാറിലാണ് യാത്ര ചെയ്തത്. അപ്പോൾ ഞങ്ങൾ മലപ്പുറത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് ചെറായിൽ. അവിടേക്ക് ഞങ്ങൾക്ക് ഏകദേശം ഞങ്ങൾ ഒരു 6:30 ഒക്കെ ആയപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അവിടെ എത്തിയ സമയം സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. ഇടയ്ക്ക് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടാണ് പോകണം. കാരണം എന്താ വെച്ചാൽ ആദ്യം ഛർദിക്കൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തു, അത് കഴിഞ്ഞ് കുട്ടികളും ഫോളോ അപ്പ് ചെയ്തു. എന്നെ കൊണ്ട് ഇത്രേ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറി. അപ്പം പല നല്ല സ്ഥലത്ത് സ്പോട്ട് വെച്ചാൽ നല്ല ഫുഡ് കിട്ടുന്ന സ്പോട്ടൊക്കെ ഈ ഫാമിലിക്ക് അറിയാം കേട്ടോ. അപ്പം അവരാണ് നമ്മളെ പല ഫുഡ് കഴിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയി. ഈ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ വളരെ ടെൻഷൻ ഫ്രീ ആയിരുന്നു കേട്ടോ. കാരണം നമ്മൾ നല്ല സമയം എടുത്ത് എൻജോയ് ചെയ്തിട്ടാണ് പോയത്. കാരണം ആർക്കും ഒരു ധൃതിയില്ല. കാരണം ഇനി അവിടുന്ന് ഒരു ഫാമിലി ജോയിൻ ചെയ്യാണ്ട്, ഒരു ഹസ്ബൻഡും വൈഫും ജോയിൻ ചെയ്യാണ്ട്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് എത്തിയതിന് ശേഷം അവർ എറണാകുളത്ത് നിന്നാണ് വരുന്നത്. അവർക്ക് 1 hour അല്ലെങ്കിൽ 45 minutes ഒക്കെ ഉള്ളൂ അങ്ങോട്ടേക്ക് എത്താൻ. അപ്പം ഞങ്ങൾ എത്തുന്ന ഏകദേശം ടൈമിൽ അവർക്ക് എത്തിയാൽ മതി. അങ്ങനെ ഞങ്ങൾ കുട്ടികളെ പറ്റിക്കാനായിട്ട് തൊപ്പിദോശയൊക്കെ ഓർഡർ ചെയ്തു. ഞാൻ തൊപ്പിദോശ എന്ന് പറഞ്ഞതിന് ശേഷം കുട്ടിക്ക് തൊപ്പിദോശ തന്നെ മതി. അപ്പോൾ ഗൈസ്, ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ അതുപോലെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് ഞാൻ പറഞ്ഞില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾ ചെയ്യാതിരിക്കില്ല കേട്ടോ. നിങ്ങളെ സപ്പോർട്ടാണ് നമ്മുടെ ബലം. ഇപ്പം ഞങ്ങൾ ബീച്ച് സൈഡിൽ എത്തിയിട്ടുണ്ട്. അവിടെ ഒരുപാട് ബീച്ച് റിസോർട്ട്സ് ഉണ്ട് കേട്ടോ. എല്ലാം ഒന്നിനൊന്ന് മെച്ചാണ്. കാരണം എല്ലായിടത്തും സെയിം ഫെസിലിറ്റീസ് ആണ്. ബീച്ചിലേക്ക് നമുക്ക് കുറച്ച് റിസോർട്ടിൽ നിന്ന് കുറച്ച് നടക്കാനുണ്ട്. അത് അവിടെയുള്ള പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കോംപ്ലിമെൻ്ററി ആണ്. ലഞ്ചും കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്തുനിന്ന് തന്നെ വാങ്ങിക്കണം.
ലഞ്ച് നമുക്ക് അവർ അറേഞ്ച് ചെയ്ത് തരും, മീൻസ് വാങ്ങിക്കാനുള്ളത്. ഞങ്ങൾ ചെക്ക് ഇൻ ടൈമിന്റെ കുറച്ച് നേരത്തെ എത്തിയോണ്ട് തന്നെ അവിടെ റൂം അവർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം. വേറെ ഒരു ആൾക്കാർ നിന്ന് പോയതിൻ്റെ ശേഷം അവർ റൂം ക്ലീൻ ചെയ്യും. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ടൈം കിട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അവിടെ നല്ലൊരു റിലാക്സിങ് ഏരിയ ഉണ്ട്. ഇതാണ് ആ ഏരിയ കേട്ടോ. ഇതുപോലെ ഊഞ്ഞാലുണ്ട്, അതുപോലെ നമുക്ക് ഇരിക്കാൻ ചെയേഴ്സ്. കുട്ടികൾക്ക് പിന്നെ മണൽ കണ്ടു കഴിഞ്ഞാൽ അവർ പിന്നെ അതിലുള്ള കളിയല്ലേ എപ്പോഴും. അപ്പൊ ഞങ്ങൾ കുറച്ച് നേരം റൂമൊക്കെ ഒന്ന് റെഡി ആവണ വരെ നമ്മൾ ഒന്ന് ചില്ല ഔട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് റൂം റെഡി ആയതിനു ശേഷം അവർ നമ്മളെ വിളിക്കുകയാണ് ചെയ്തത്. അതെ ലഗേജ് ആരെടുക്ക എങ്ങടെ കയറി പോണേ? ഇവിടെ അവിടെ പിന്നെ ഉണ്ടാവില്ല. ഇവിടെ ആരാ അത് കിട്ടിയില്ല, അങ്ങ് കയറി പോവന്നെ. അങ്ങനെ നമ്മളുടെ മുംബൈ ആൻറ്റി എത്തിയിട്ടുണ്ട് കേട്ടോ. ആള് കൺസീവിങ് ആയതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ച് റിസ്ക് ആയിരുന്നു വരാന്. അവര് ഊബറൊക്കെ വിളിച്ചിട്ട് പതുക്കെയാണ് വന്നത്. അപ്പം ഇവളിങ്ങനെ ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു റിസോർട്ട് പ്ലാൻ ചെയ്തത്. കാരണം ട്രിപ്സ് ഒന്നും നമ്മൾ യാത്രയൊന്നും അധികം വെച്ചില്ല. യാത്ര ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ ഫുൾ റെസ്റ്റ് എടുക്കുന്ന ആ ഒരു രീതിയിൽ. ഞങ്ങള് ചെയ്യാൻ നിൽക്കായിരുന്നു. അപ്പോഴാ ഓർമ്മ നിങ്ങൾ വരുന്നുണ്ടല്ലോ. അങ്ങനെ അത്ര കേസ് ഒന്നുമില്ല. ഈ ചൂടിന് AC വേണം. അതെ. ഏയ് നീ കേറി. വാവ്. AC ഉണ്ടല്ലേ? ഹലോ ഹലോ ഹലോ. അങ്ങനെ ലഞ്ച് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ബീച്ചിലേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ബീച്ചിലേക്കുള്ള ഡ്രസ്സൊക്കെ ഇട്ട്, പക്ഷെ ഞാൻ അവിടെ പോയിട്ട് സത്യം പറഞ്ഞാൽ മടിച്ചോട്ടെ. അല്ലെങ്കിൽ ഞാൻ എല്ലാ ബീച്ചിലും ഇറങ്ങുന്നതാണ്. കാരണം എന്താ മടിക്കാൻ മെയിൻ കാരണം എന്താ വെച്ചാൽ ചെറായി ബീച്ചിൽ അന്ന് അവിടെ കൈകൊട്ടിക്കളി കോമ്പറ്റീഷൻ നടക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ബീച്ചിൽ ഫുൾ ആൾക്കാരാണ്. അപ്പം നമുക്ക് ആ പ്രോഗ്രാം കാണണമെന്നുണ്ടായിരുന്നു. അപ്പം അത് കാരണം നനഞ്ഞു കഴിഞ്ഞാൽ ഒരു കംഫർട്ടബിൾ ആയില്ലല്ലോ. നീ ഭയങ്കര സ്ലോ. ആണോ? അത് തൊടല്ലേട്ടാ, തൊടല്ല. അത് ചിലപ്പോ അങ്ങനെ മാന്തൂകളെ അങ്ങോട്ട്. ഹലോ, പഴം വേണ്ട കേട്ടോ. ഗാങ്സിനൊന്ന് കാണട്ടെ ഞാന്. അഞ്ചോ ആ മാറി കൊടുക്ക്. അയ്യോ ഒക്കെ വേണമെങ്കിൽ പറഞ്ഞാൽ മതി നടക്കി. ആ നിങ്ങൾ ഡാഡി ഗിരിച്ച മഞ്ജു ഡാഡി ഗിരിജ. ഞാൻ എന്നെ തന്നെ സ്വയം ട്രോളുന്നു. വീണപ്പോ ഓടിക്കൊണ്ട് വരും കേട്ടാ. വീണല്ലേ? മേലൊക്കെ വെള്ളമായി.
കോമ്പറ്റീഷൻ ആയിരുന്നു ഓണത്തോടെ നല്ല പരിപാടിയായിരുന്നു. 50,000 പ്രൈസ് മണി ഒരാളെ ആട്ടി ഫുഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് കേട്ടോ. ഞങ്ങൾ ഈവനിങ് ബീച്ചിലൊക്കെ പോയിട്ട് കളിച്ചു വന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടെ പൂളിൽ കളിച്ചേട്ടോ. പൂൾ പിന്നെ ചെറിയ പൂളാണ്, കുട്ടികൾക്കൊക്കെ ഉള്ള പൂളാണെങ്കിലും നമ്മളും കുട്ടികളല്ലേ, നമ്മളും കളിച്ച്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങൾ ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റിന് ടൈം ആയപ്പോൾ ഞങ്ങളൊരു 7:30 ഒക്കെ ആയപ്പോഴത്തേക്കും അവർ ടീ ഒക്കെ വേണമെന്ന് ചോദിച്ചു. അപ്പോൾ നമുക്ക് മോർണിംഗ് ടീയും അല്ലെങ്കിൽ കോഫിയൊക്കെ കൊണ്ടു തന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുകയാണ്. അതായത് ബ്രേക്ക്ഫാസ്റ്റ് ഓൾറെഡി റെഡിയാണ്. അപ്പോൾ അവിടെ നമ്മൾ വേറെയും ടീംസ് ഉണ്ട്. അപ്പോൾ അവർ കഴിച്ച് കേട്ടേന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ റഷ് ഒന്നുമില്ല കേട്ടോ, എല്ലാം ഭയങ്കര കാമാണ്. പിന്നെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ സാധാ വീട്ടിൽ എന്താണോ കിട്ടുക അത് തന്നെ, നല്ല വെള്ളയപ്പവും മുട്ടക്കറിയും അതുപോലെ ചായയാണ് കേട്ടോ. പിന്നെ ഫ്രൂട്ട്സ് ആയിട്ട് പഴവും പപ്പായ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഫുഡൊക്കെ നമ്മൾ സത്യം പറഞ്ഞാൽ നല്ല ഹോംലി ഫുഡ്. ഇത് കണ്ടില്ല, കിച്ചൺ അവിടെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അവർ അവിടെ നിന്ന് തന്നെ ഫുഡ് ഉണ്ടാക്കിയിട്ട് നമുക്ക് തരികയാണ്. അല്ലാതെ ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല, ഉള്ള ഐറ്റംസ് തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീണ്ടും നമ്മൾ ഈ ഒരു സ്ഥലത്തേക്ക് തന്നെ പോയി. കാരണം ഇതാണ് മെയിൻ അട്രാക്ഷൻ, നമ്മൾ ആ ലേക്കിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ആ ഒരു ഇത്. പിന്നെ നമ്മൾ മുംബൈ ആൻറ്റിക്ക് പോകാനുള്ള സമയമായിട്ടോ. അപ്പം ഞങ്ങൾ വേഗം കുറച്ച് ഫോട്ടോ സെക്ഷന് വേണ്ടിയിട്ട് വന്നു. കാരണം അവർക്ക് അധിക ടൈം, ചില ചേട്ടന് വർക്ക് ഉണ്ടായിരുന്നു, വർക്ക് ഫ്രം ഹോം ആണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ലാപ്ടോപ്പ് ഒന്നും കൊണ്ടുവന്നില്ലാത്തതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് പോകേണ്ടി വന്നു. അത് കാരണം നമുക്ക് എന്തോ പെട്ടെന്ന് സമയം അധികം കിട്ടാത്ത പോലെ ആയി കേട്ടോ. ടാക്സി കിട്ടാണ്ട് വിഷമിച്ച് നിൽക്കുകയാണ് മഞ്ജു. ടാക്സി കിട്ടാതെ വിഷമിച്ച് നിൽക്കുകയാണ് പോവാൻ വേണ്ടിയിട്ട്. ഇവരെല്ലാവരും പോവാൻ ഇറങ്ങിയിരിക്കുകയാണ്. അത് ഞാനും പോവാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. റെക്കോർഡില് മേക്കപ്പ് കിട്ടും. ഇതൊന്നല്ല, ഞാനും തുടങ്ങിയിട്ടൊരു മാസം. വരൂ, എങ്ങോട്ട് വരൂ, വരൂ, പൊക്കോ അമ്മ വരൂ. ബൈ. കാണുന്നുണ്ടോന്ന് വരെ അറിയില്ല. ഇവര് ബോംബെ ടീമാണല്ലോ അല്ലേ? വിട്ടെന്നാ അത് ഒടിഞ്ഞു വീഴും. ആജേ ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടല്ലേ, ഇരിക്കാൻ തോന്നുന്നു കേട്ടോ. പക്ഷെ വേണ്ട, കെട്ടിണ്ടാവും. പക്ഷെ എന്താ അറിയാ, മനസ്സിലായോ വായിക്ക് ലൈറ്റ്? അമ്മ പറയുമ്പോ അല്ല, അച്ഛനെ കുട്ടി
ഒക്കെ അമ്മ കുട്ടി പറ നീ ആരുടെ കുട്ടിയാ ആണില്ലേ ആരുടെ കുട്ടിയാ ആ എന്നാൽ മേയാണ് മാണ്ടാന്നൊന്നും പറയണില്ലല്ലോ ഒരു ലൈം ജ്യൂസ് ഉണ്ട് എടാ എങ്ങനെ ഋഷി സ്റ്റെപ്പ് എങ്ങനെയാ അങ്ങനെ അവിടുത്തെ ചേച്ചിമാർ ഞങ്ങൾക്ക് ലൈം ജ്യൂസ് ഒക്കെ തന്നെ കേട്ടോ. എന്നിട്ട് ഞങ്ങൾക്ക് അധികം സമയം പിന്നെ അവിടെ നിൽക്കേണ്ടി വന്നില്ല. കാരണം ഞങ്ങൾ അപ്പോൾ തന്നെ ചെക്കൗട്ട് ചെയ്തു. ഞങ്ങൾ കൽപ്പറ്റയ്ക്ക് ആയപ്പോഴത്തേക്ക് ഞങ്ങൾ അറിയാം. കാരണം ഞങ്ങളെ ഗുരുവായൂർ ഡ്രോപ്പ് ചെയ്തിട്ട് അവർക്ക് നേരെ ആണപ്പം പോകേണ്ടതാണ്. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചു. ശേഷം ഞങ്ങൾ പിരിഞ്ഞത് അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഫുഡ് പേരൊക്കെ കയറിയിട്ട് നല്ല ഫുഡ് കഴിച്ചേട്ടോ. ഫുഡ് കഴിക്കാനേ വിളിച്ചോ ടേസ്റ്റ് ക്ലാസ് എടുത്ത് വെച്ചാണ് അങ്ങനെ തന്നെയാണ് ഋഷി എണീറ്റത്. മാമാ തിന്നാ നമുക്ക് അവിടുന്ന് ഒരു പ്ലേറ്റെങ്കിലും പൊട്ടിക്കണം.